ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 3-ാം തിരുവചനം, നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ എനിക്ക് അവനെ ദഹനബലി അർപ്പിക്കണം. ദൈവം അറിഞ്ഞു തരുന്ന സഹനങ്ങളുണ്ട്, മറന്നുപോകരുത്. അല്ല, ഏതൊരപ്പൻ്റെയും നെഞ്ച് ഒന്ന് പാളുന്ന സമയമാണ്, ഏതൊരപ്പൻ്റെയും നെഞ്ച് ഒന്ന് പിടക്കുന്ന സമയമാണ്. സ്വന്തം മകനെ, അത് കാത്തിരുന്ന ആ കുഞ്ഞിനെ മോറിയ ദേശത്തേക്ക് പോവുക, മലയിലേക്ക് കയറുക, ദഹനബലി അർപ്പിക്കുക. അല്ലേ? അബ്രഹാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവ്, പിടിച്ചു നിന്നു അവിടെ ധൈര്യത്തോടെ. കാരണം അവനറിയാമായിരുന്നു ദൈവം എനിക്ക് താങ്ങാനാവാത്ത ഭാരം തരില്ല എന്ന്. ഓർക്കണം, ദൈവം അനുവദിക്കും ചില സഹനങ്ങളെ. അതുകൊണ്ടല്ലേ കാൽവരിയിൽ ഏലോയ് ഏലോയ് ലാമാ സബക്താനി എന്ന് മകൻ കരഞ്ഞപ്പോൾ അപ്പൻ തിരിഞ്ഞേ നോക്കിയില്ലല്ലോ. പക്ഷെ ഓർക്കണം, ഒരു ശമേൻ്റെ തോളിലും അവന് താങ്ങാനാവാത്ത ഭാരം ദൈവം വെച്ചു കൊടുക്കുകയില്ല. അവന് താങ്ങാവുന്നതേ വെച്ചു കൊടുക്കുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഓർക്കണം, നമുക്കിപ്പോൾ ഭാരമുണ്ട്, നമുക്ക് വേദനയുണ്ട്. ദൈവം നമ്മളെ ഒരുപക്ഷെ ശിക്ഷണത്തിലേക്ക് വിടുന്നുണ്ട്. ഓർക്കുക, പാറ പോലെ ഉറച്ചു നിന്നേ. എപ്പോഴും തക്ക സമയത്ത് ദൈവം നിന്നെ താങ്ങാൻ വരും. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ.